നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചു തന്നെയാണല്ലേ? രണ്ടും കൽപ്പിച്ചോ? എന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഞാൻ നേടുക തന്നെ ചെയ്യും. വെല്ലുവിളിയാ? പേടിച്ച് വരണ്ടു നിൽക്കുന്നവരെ ആരെങ്കിലും വെല്ലുവിളിക്കോ? അവരോട് സഹതാപമല്ലേ തോന്നാറ്? അശ്വതി, അമ്മേ, നമുക്ക് പോവാം. എനിക്ക് പേടിയാവുന്നു. മോള് വാ, പോകാം. അശ്വതി, ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയത് അവ തടയരുത്. ഞാൻ തടയില്ല. അവക്കെല്ലാം അറിയും. അവക്ക് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. അമ്മേ, നമുക്ക് പോവാം. ഹലോ, നാരായണനല്ലേ? ആരെ? അതെ സാർ, നാരായണ. താനെന്താടോ കിടന്ന് ബബ്ബ അടിക്കുന്നത്? താൻ എന്റെ ശബ്ദം പോലും തിരിച്ചറിയുന്നില്ലേ? സാറ് അണക്കര കൊട്ടാരത്തിലെ ജഗന്നാഥ് സാറല്ലേ? എന്താ സംശയമുണ്ടോ? താൻ നാരായണനാണെങ്കിലേ എനിക്ക് ഈ ജഗത്തിന്റെ നാഥന്റെ പേരാ ജഗന്നാഥൻ. ചുടലഭസ്മം പൂശിയിട്ടില്ലെങ്കിലും പന്നകത്തെ കണ്ടാഭരണമാക്കിയിട്ടില്ലെങ്കിലും ഞാനും ഒരു സംഹാരകനാ, അത് മറക്കണ്ട. മഹാദേവനും എൻ്റെ ഇഷ്ടദേവനാണ് സാർ. ഇഷ്ടദേവൻ ജടപറിച്ച് നിലത്തടിച്ച് സംഹാരതാണ്ഡവം ആടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. വീരഭദ്രനെയും ഭദ്രകാളിയെയും ഒക്കെ അയക്കാൻ എനിക്കും അറിയാം. കേട്ടോടോ നാരായണ. സാർ എന്തിനാ സാർ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടെന്നോ? എന്റെ ദേഷ്യമൊന്നും ശ്രീമാൻ നാരായണൻ കണ്ടിട്ടില്ലല്ലോ. സാറ് കാര്യം പറഞ്ഞു. എടോ, അത് തന്നെയാ ഞാൻ തന്നോടും ചോദിക്കുന്നത്. ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അത് ഈ ഗണപതി കല്യാണം പോലെ നീണ്ടങ്ങ് പോവുകയാണല്ലോ. അതിനെന്തെങ്കിലും നടപടി ഉണ്ടോ എന്നറിയാനാ ഞാൻ തന്നെ വിളിച്ചത്. സാറേ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സാറിനോട് നേരിട്ട് പറയാനുണ്ട്. അതിന് സാറിന് എനിക്കൊന്ന് കണ്ടേ പറ്റൂ. അതിനെന്താ, കാണാമല്ലോ. എപ്പോ, എവിടെ വെച്ച്? ഇന്ന് രാത്രി തന്നെ കാണാം. അതല്ലേടോ ഞാൻ ചോദിച്ചത്, എവിടെ വെച്ച് കാണാമെന്ന്. സാർ ആ മോസ്കോ കവലയിൽ വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇന്ന് രാത്രി ഒരു 8 മണിക്ക്. ശരി ശരി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.